നമ്മുടെ ആദ്യത്തെ ഒരു ക്ലാസ്സാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ എക്കണോമിക്സിലെ സെക്ടേഴ്സ് ഓഫ് എക്കണോമി അല്ലെങ്കിൽ സാമ്പത്തിക മേഖലകൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ സാമ്പത്തിക മേഖലയെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് പ്രാഥമിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ, പിന്നെ ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ, അതുപോലെ തന്നെ തൃതീയ മേഖല അല്ലെങ്കിൽ ടെർഷറി സെക്ടർ എന്നിങ്ങനെ മൂന്ന് തരത്തിലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക മേഖല എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല ആൻഡ് തൃതീയ മേഖല, അങ്ങനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ മേഖലയായിട്ടുള്ള പ്രാഥമിക മേഖലയെ പറ്റിയാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. പ്രാഥമിക മേഖലയെ നമ്മൾ കാർഷിക മേഖല എന്നറിയപ്പെടും. അപ്പം പ്രാഥമിക മേഖല ഇമ്പോർട്ടൻസ് നൽകുന്നത് എന്തിനാണ്? കൃഷിക്കാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. പ്രാഥമിക മേഖല എന്തിനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്? കൃഷിക്കാണ്. അതുകൊണ്ട് തന്നെ അതിനെ എന്താണ് കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പ്രകൃതി വിഭവങ്ങളെ നേരിട്ടുള്ള ഉപയോഗമാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ നേരിട്ട് യൂസ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളുടെ നേരിട്ടുള്ള ഉപയോഗമാണ് പ്രാഥമിക മേഖലയിൽ നടക്കുന്നത്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ അടിത്തറ അല്ലെങ്കിൽ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഏതാണ്? പ്രാഥമിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ. നമുക്കറിയാം നമ്മുടെ രാജ്യം എന്തധിഷ്ഠിതമായിട്ടുള്ളൊരു രാജ്യമായിരുന്നു? കൃഷി അധിഷ്ഠിതം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇന്ത്യൻ സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും? പ്രാഥമിക മേഖലയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി ലഭിക്കുന്ന മേഖല അല്ലെ ജോലി ചെയ്യാൻ സാധിക്കുന്ന മേഖല ഏതാണെന്ന് വെച്ചാൽ അത് പ്രാഥമിക മേഖലയാണ്. അപ്പം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? അത് പ്രാഥമിക മേഖലയാണെന്ന് പറയാൻ പറ്റും. ഈ പ്രാഥമിക മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ പറയുന്ന പേരാണ് റെഡ് കോളർ ജീവനക്കാർ. റെഡ് കോളർ ജീവനക്കാരെന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമ്മൾ പറഞ്ഞോളൂ. ഒന്നും കൂടെ പറയാം. പ്രാഥമിക മേഖല കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ കാർഷിക മേഖല എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രാഥമിക മേഖലയാണ്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ അടിത്തറ അല്ലെങ്കിൽ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് പ്രാഥമിക മേഖലയാണ്. കൂടുതൽ ആളുകൾ ജോലി ചെയ്യാൻ സാധിക്കുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രാഥമിക മേഖലയാണ്. അടുത്ത റെഡ് കോളർ ജീവനക്കാർ എന്നറിയപ്പെടുന്ന ഏത് മേഖലയിലെ ജീവനക്കാരാണെന്ന് ചോദിച്ചാൽ അതേതാണ്? പ്രാഥമിക മേഖലയിലെ ജീവനക്കാരാണ് റെഡ് കോളർ ജീവനക്കാർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, നോക്കിക്കേ, GDP-യിൽ കുറച്ച് സംഭാവന. നമുക്കറിയാം നമ്മുടെ രാജ്യം എത്രത്തോളം ഇമ്പ്രൂവ് ആകുന്നുണ്ട്, എക്കണോമിക് ഗ്രോത്തുകൾ എത്രത്തോളം നടക്കുന്നുണ്ട് എന്ന മനസ്സിലാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഷറാണ് GDP എന്ന് പറയുന്നത്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് പറയുന്നത്. സോ GDP-യിൽ ഏറ്റവും കുറച്ച് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പ്രാഥമിക മേഖല സംഭാവന ചെയ്യുന്നുള്ളൂ. നമ്മൾ പറഞ്ഞു അടിത്തറയാണ്, നട്ടെല്ലാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും GDP-യിൽ ഏറ്റവും കുറച്ച് സംഭാവന ചെയ്യുന്ന ഈ മൂന്ന് മേഖലകളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ GDP-യിൽ ഏറ്റവും കുറച്ച് സംഭാവന ചെയ്യുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രാഥമിക മേഖലയാണ്. അതൊരു പോരായ്മയല്ലേ? യെസ്. ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നു, എന്നിട്ട് പോലും എന്താണ് GDP-യിൽ കുറച്ച് സംഭാവന മാത്രമേ ഉള്ളെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ എന്താണ്? നട്ടെല്ലാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ മേഖലയാണ് പ്രാഥമിക മേഖലയിൽ? വേറെ കുറച്ച് എക്സ്ട്രാ മേഖലകളും കൂടെ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത് നമ്മൾ പറഞ്ഞ കൃഷി നമ്മൾ ഓൾറെഡി പറഞ്ഞു. കൃഷി ഒരു പ്രൈമറി സെക്ടറാണ്, അല്ലെ പ്രാഥമിക മേഖലയിലെ ജോലിയാണ് കൃഷി എന്ന് പറയുന്നത്. രണ്ടാമത് വേട്ടയാടൽ അല്ലെ ഹണ്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതായത് പ്രകൃതി വിഭവം നേരിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡല്ലേ ഈ ഹണ്ടിങ്, വേട്ടയാടൽ എന്ന് പറയുന്നത്. പിന്നെ മൃഗപരിപാലനം അല്ലെങ്കിൽ വനപരിപാലനം, അതെന്താണ്? പ്രൈമറി മേഖലയിൽ വരുന്നതാണ്. അടുത്ത മത്സ്യബന്ധനം, ഫിഷിങ്. പിന്നെ ഖനനം എന്താണ്? മൈനിങ് എന്താണ്? പ്രൈമറി സെക്ടറിൽ വരുന്നതാണ്. പിന്നെ വനവിഭവ ശേഖരണം, വനത്തിലെ വിഭവങ്ങൾ ശേഖരിക്കുന്നത് പ്രൈമറി സെക്ടറാണ്. നേരിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള സംഭവങ്ങളെല്ലാം നേരിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡല്ലേ വനവിഭവ ശേഖരണം എന്ന് പറയുന്നത്. പിന്നെ ജലചൂഷണം എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി മേഖലയിൽ വരുന്നതാണ്. പിന്നെ റോ മെറ്റീരിയൽസുകളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏതിനകത്ത് വരുന്നതാണ്? അതും പ്രാഥമിക മേഖലയിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം. കൃഷിയുണ്ട്, വേട്ടയാടലുണ്ട്, മൃഗപരിപാലനമുണ്ട്, മത്സ്യബന്ധനമുണ്ട്, ഖനനമുണ്ട്, വനവിഭവ ശേഖരണമുണ്ട്, ജലചൂഷണമുണ്ട്. പിന്നെ റോ മെറ്റീരിയൽസിന്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നും കൂടെ ഓർത്തിരിക്കുക. റോ മെറ്റീരിയൽസിന്റെ പ്രൊഡക്ഷനും ഏത് മേഖലയാണ്? പ്രാഥമിക മേഖലയാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നും കൂടെ സാറ് റിപ്പീറ്റ് പറയുകയാണ്. മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് കാർഷിക മേഖല. പ്രകൃതി വിഭവങ്ങൾ എന്ത് ചെയ്യുന്നു? നേരിട്ട് ഉപയോഗിക്കുന്ന മേഖലയാണിത്.
ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ അടിത്തറ അല്ലെങ്കിൽ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മേഖല കൂടിയാണ് പ്രാഥമിക മേഖല. ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു മേഖലയും കൂടിയാണ് എന്ന് ഓർത്തിരിക്കുക. അവരെ പറയുന്ന പേരെന്താണ്? റെഡ് കോളർ ജീവനക്കാരെന്നാണ് അവരെ പറയുന്നത്. GDP-യിൽ എന്താണ് ഇത്ര ആൾക്കാരുണ്ടായിരുന്നിട്ട് പോലും കുറച്ച് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പ്രാഥമിക മേഖലയിൽ സംഭാവന ചെയ്യുന്നുള്ളൂ എന്ന് ഓർത്തിരിക്കുക. അടുത്തത്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രാഥമിക മേഖലയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഏതൊക്കെ മേഖലകളാണ് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു. കൃഷി, വേട്ടയാടൽ, മൃഗപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, വനവിഭശേഖരണം, ജലചൂഷണം, റോ മെറ്റീരിയൽസുകളുടെ പ്രൊഡക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഓർത്തിരിക്കാൻ പാടൊന്നുമില്ലാതിരിക്കും, നമ്മളിങ്ങനെ ഓർത്താൽ മതി. അതായത് നമ്മൾ നേച്ചറുമായിട്ട് ഡയറക്റ്റ് ഇടപെടുന്ന കുറച്ച് കാര്യങ്ങളല്ലേ ഇവിടെ പറഞ്ഞു. എക്സാമ്പിൾ കൃഷി ആയാലും വേട്ടയാടലായാലും മൃഗപരിപാലനമായാലും മത്സ്യബന്ധനങ്ങളും ഖനനം, വനവിഭശേഖരണം, ജലചൂഷണം, ഇതെല്ലാം നമ്മൾ പ്രകൃതിയായിട്ട് നേരിട്ട് ഇടപെടുന്ന. അപ്പം അങ്ങനെ ഓർത്തെഴുതാൽ മതി. പ്രാഥമിക മേഖല, പ്രൈമറി സെക്ടർ. അപ്പം പ്രൈമറി സെക്ടർ കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്ന മേഖലയാണ്. പ്രാഥമിക മേഖലയിലെ വസ്തുക്കളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നതാണ് ഈ ഒരു മേഖലയുടെ കർത്തവ്യം. പ്രാഥമിക മേഖലയിലെ വസ്തുക്കളെ എന്തായിട്ട് മാറ്റുക? ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് കോട്ടൺ എന്ന് പറയുന്നത്, അല്ലേ? ഈ കോട്ടണിനെ എന്താക്കി മാറ്റുന്നു? നമ്മൾ ഫാക്ടറികളിൽ കൊണ്ടുവന്നിട്ട് പലതരത്തിലുള്ള പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം എന്തായിട്ട് മാറ്റുന്നു? ക്ലോത്തുകളാക്കി മാറ്റുന്നു. അപ്പോൾ പ്രാഥമിക മേഖലയിൽ ഉണ്ടാക്കിയ ഒരു വസ്തുവിനെ നമ്മൾ എന്താക്കി മാറ്റി? മറ്റൊരു ഉൽപ്പന്നമാക്കി മാറ്റി. ഇങ്ങനെ ഉൽപ്പന്നമാക്കി മാറ്റുന്ന ഒരു വ്യാവസായിക മേഖലയാണ് എന്തെന്ന് പറയുന്നത്? ദ്വിതീയ മേഖല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മേഖലയെ മറ്റൊരു പേരായിട്ടുള്ള വ്യാവസായിക മേഖല എന്നും പറയാൻ പറ്റും. എന്താണ് വ്യാവസായിക മേഖല? അല്ലെങ്കിൽ എന്ത് പറയും? നമ്മളൊരു ഉൽപ്പന്നമല്ലേ ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ മറ്റൊരു പേര് ഉൽപ്പന്ന മേഖല. അപ്പം ദ്വിതീയ മേഖല എന്താണ്? പ്രാഥമിക മേഖലയിലെ വസ്തുക്കളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. എക്സാമ്പിൾ കോട്ടൺ ക്ലോത്തുകളാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പം എന്താണ് ദ്വിതീയ മേഖല എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ബ്ലൂ കോളർ ജീവനക്കാർ. എന്താണ്? ബ്ലൂ കോളർ ജീവനക്കാർ. അത് ഏകദേശം 22% ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഈ ദ്വിതീയ മേഖലയെ തന്നെ നമുക്ക് പിന്നെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെറുകിട യൂണിറ്റുകളെന്നും വൻകിട യൂണിറ്റുകളെന്നും. എന്തൊക്കെയായിട്ടാണ്? ചെറുകിട യൂണിറ്റുകളെന്നും വൻകിട യൂണിറ്റുകളെന്നും. നമുക്കറിയാം, നമുക്ക് പലതരത്തിലുള്ള വ്യവസായങ്ങളുണ്ട്. ചെറിയ വ്യവസായങ്ങളുണ്ട്, വലിയ വ്യവസായങ്ങൾ. അതുപോലെ തന്നെയാണ് ഇവിടെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വസ്ത്രനിർമ്മാണം എന്ന് പറയുന്ന ചെറുകിട യൂണിറ്റുകളുണ്ട്. പക്ഷേ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ഇൻഡസ്ട്രി അല്ലേ? എക്സാമ്പിൾ ഒരു ബെൻസിൻ്റെ ഷോറൂം എടുക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ ചെറുകിട യൂണിറ്റുകളെന്നും വൻകിട യൂണിറ്റുകളെന്നൊക്കെ രണ്ടായിട്ട് എന്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ദ്വിതീയ മേഖലയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ. അടുത്തതാണ് സമ്പദ്ഘടനയുടെ പ്രേരക ശക്തി എന്നറിയപ്പെടുന്ന മേഖലയാണ് ഏത്? ദ്വിതീയ മേഖല. സമ്പദ്ഘടനയുടെ എന്താണ്? പ്രേരക ശക്തി എന്നറിയപ്പെടുന്ന മേഖലയാണ് എന്താന്ന് പറയുന്നത്? ദ്വിതീയ മേഖല. അപ്പോൾ എൻ്റെ കൂടെ പറയുക, സമ്പദ്ഘടനയുടെ എന്താണ്? പ്രേരക ശക്തിയാണ് എന്തെന്ന് പറയുന്നത്? ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. ദ്വിതീയ മേഖല വലുതാവുമ്പോൾ എന്ന് വെച്ചാൽ ദ്വിതീയ മേഖല വികസിക്കുമ്പോൾ എന്ത് പറ്റും? തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു. അതെങ്ങനെയാണ് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നത്? ഇപ്പോൾ ദ്വിതീയ മേഖല നമ്മൾ പറഞ്ഞു വ്യവസായം അങ്ങനെയുള്ള കാര്യങ്ങളാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിൽ വ്യവസായങ്ങളും കാര്യങ്ങളും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ കൂടുതൽ ആൾക്കാരെ ജോലി ചെയ്യാൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ തൊഴിലവസരങ്ങൾ വർദ്ധിക്കാനൊരു കാരണമായിരിക്കും ദ്വിതീയ മേഖലയുടെ മുന്നേറ്റം എന്നുള്ളത്. അപ്പോൾ ദ്വിതീയ മേഖല മുന്നേറിയാൽ എന്ത് പറ്റും? അവിടെ തൊഴിലവസരങ്ങൾ എന്ത് പറ്റും? വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഒക്കെ GDP-യിൽ 29% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. എന്താണ്? GDP-യിൽ 29% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു മേഖലയാണ് എന്തെന്ന് പറയുന്നത്? ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. GDP-യിൽ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? 29% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു മേഖലയാണ് എന്തെന്ന് പറയുന്നത്? ദ്വിതീയ മേഖല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും കൂടെ ഓർത്തിരിക്കുക. പ്രാഥമിക മേഖലയിലെ വസ്തുക്കളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന ഒരു മേഖലയാണ് ദ്വിതീയ മേഖല. അതുകൊണ്ട് തന്നെ അതിനെ വ്യാവസായിക മേഖല അല്ലെങ്കിൽ ഉൽപ്പന്ന മേഖല എന്നുള്ള മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ വർക്ക് ചെയ്യുന്നവരെ പറയുന്ന പേരാണ് ബ്ലൂ കോളർ ജീവനക്കാർ എന്ന് പറയുന്നു. അത് ഏകദേശം 22% ആൾക്കാരുണ്ട്. ദ്വിതീയ മേഖലയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ്? ചെറുകിട യൂണിറ്റുകളെന്നും വൻകിട യൂണിറ്റുകളെന്നും. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സമ്പദ്ഘടനയുടെ എന്താണ്? പ്രേരക ശക്തിയാണ് എന്തെന്ന് പറയുന്നത്? ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. ഓക്കെ,
ദ്വിതീയ മേഖലയിൽ ഡെവലപ്മെൻറ്റ്സുകൾ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ രാജ്യത്തെ തൊഴിലവസരങ്ങൾ എന്ന് പറയുന്നത് വർദ്ധിക്കുന്നു. GDP-യിൽ എത്രത്തോളം അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു മേഖല? 29%. പക്ഷേ ഏറ്റവും കുറവ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏതായിരുന്നു? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖലയാണ് ഏറ്റവും കുറവ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ദ്വിതീയ മേഖലകൾക്ക് ഉദാഹരണം നോക്കുകയാണെങ്കിൽ എന്തൊക്കെ നമുക്ക് പറയാം? എല്ലാ വ്യവസായങ്ങളും, നമുക്കറിയാം വ്യവസായങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്താണ്? ദ്വിതീയ മേഖലയാണ്. അതുപോലെ തന്നെ എനർജി മേഖല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, എന്താണ് എനർജി മേഖല? വൈദ്യുതി ഉൽപ്പാദനം ഒക്കെ എന്താണ്, അല്ലെങ്കിൽ മറ്റ് എനർജി പ്രൊഡക്ഷൻസ് എല്ലാം എന്താണ്? എനർജി മേഖലയിൽ വരുന്നതാണ്, ഈ ഒരു മേഖലയിൽ വരുന്നതാണ്. പിന്നെ കെട്ടിട നിർമ്മാണം, പിന്നെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞു ഉൽപ്പന്നങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തില്ലേ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മേഖലയിൽ വരുന്നത്. എന്തൊക്കെയാണ്? വ്യവസായങ്ങൾ, എല്ലാ വ്യവസായങ്ങളും, എനർജി മേഖലകൾ അതായത് വൈദ്യുതി ഉൽപ്പാദനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ കെട്ടിട നിർമ്മാണം എന്നിവയെല്ലാം ഏതിൽ വരുന്നതാണ്? ദ്വിതീയ മേഖലയിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ കിട്ടിയല്ലോ, ദ്വിതീയ മേഖല മനസ്സിലായല്ലോ. ഇനി ഒന്നുകൂടെ പറയേണ്ട കാര്യമുണ്ടോ? വേണ്ടല്ലോ. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത മേഖലയാണ് തൃതീയ മേഖല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടെർഷ്യറി സെക്ടർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഈ മേഖല അറിയപ്പെടുന്ന പേരാണ് സേവന മേഖല എന്നറിയപ്പെടും, അല്ലെങ്കിൽ സർവീസ് സെക്ടർ എന്നറിയപ്പെടുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇത് തൃതീയ മേഖലയാണ്. അല്ലെ, സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മേഖലയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ GDP-യിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് തൃതീയ മേഖലയാണ്. അപ്പം ഏറ്റവും കൂടുതൽ തൃതീയ മേഖല, അതിൻ്റെ തൊട്ട് താഴെ ഏതാണ്? ദ്വിതീയ മേഖലയാണ്. അത് ഏറ്റവും താഴെ ഏതാണ്? പ്രൈമറി സെക്ടർ. നമ്മൾ പറഞ്ഞില്ലേ പ്രൈമറി സെക്ടർക്ക് വളരെ കുറവാണെന്ന് പറഞ്ഞില്ലേ, അതിന് ശേഷം വരുന്ന ഏറ്റവും കൂടുതൽ വരുന്നത് തൃതീയ മേഖല, അതിന് തൊട്ട് താഴെ ദ്വിതീയ മേഖല, അതിൽ തൊട്ട് താഴെ നിന്നാണ് പ്രൈമറി മേഖല അല്ലെങ്കിൽ ആദ്യത്തെ മേഖല. ഓക്കെ, ഉൽപ്പന്നം കൈമാറ്റം ചെയ്യുന്നു ഉപഭോക്താക്കളിലേക്ക്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കോട്ടൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. കോട്ടൺ എടുത്തു, നമ്മളത് കോട്ടൺ പ്രൈമറി സെക്ടറിലുള്ള കോട്ടൺ എടുത്ത് നമ്മൾ സെക്കൻഡറി സെക്ടറിൽ കൊണ്ടുപോയിട്ട് ക്ലോത്തുകളാക്കി മാറ്റുന്നു. ഈ ക്ലോത്തുകൾ അവിടെ വെച്ചിരുന്നാൽ മതിയോ? പോരാ, ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു തുണിക്കടയിൽ കൊണ്ടുവച്ച് അതിനെ വിൽക്കണം, അതൊരു സർവീസാണ്. അപ്പോൾ ഉപഭോക്താക്കളിലേക്ക് ഉൽപ്പന്നം കൈമാറ്റം ചെയ്യുന്നത് ഏത് മേഖലയിലാണെന്ന് ചോദിച്ചാൽ അത് തൃതീയ മേഖലയിലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ജനങ്ങളുടെ സുഖകരവും ഉയർന്ന നിലവാരത്തിനും ആവശ്യമായിട്ടുള്ള മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് തൃതീയ മേഖലയാണ്. അപ്പോൾ ജനങ്ങളുടെ സുഖകരവും ഉയർന്ന നിലവാരത്തിനും, അപ്പം ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സുഖകരമായിട്ടുള്ള അല്ലെങ്കിൽ ഉയർന്ന നിലവാരത്തിന് ആവശ്യമായിട്ടുള്ള മേഖല ഏതാണെന്ന് വെച്ചാൽ അത് തൃതീയ മേഖലയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത പറയുകയാണെങ്കിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവർത്തിക്കുന്ന മേഖലയും കൂടാണ് തൃതീയ മേഖല. ഒന്നാമത് ഏറ്റവും കൂടുതൽ ആളുകൾ ഏതായിരുന്നു എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. രണ്ടാമത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? തൃതീയ മേഖലയാണ്. ഈ തൃതീയ മേഖലയെ പിന്നെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വിപണന സേവന മേഖലയെന്നും വിപണന രഹിത സേവന മേഖലയെന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയായിട്ടാണ്? വിപണന സേവന മേഖലയെന്നും വിപണന രഹിത സേവന മേഖലയെന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറയുക, സേവന മേഖല എന്നറിയപ്പെടുന്ന മേഖലയാണ് തൃതീയ മേഖല. GDP-യിൽ സംഭാവന കൂടുതൽ ചെയ്യുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് തൃതീയ മേഖലയാണ്. ഉൽപ്പന്നങ്ങളെ കൈമാറ്റം ചെയ്യുന്നു, ആരിലേക്ക്? ഉപഭോക്താക്കളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. രണ്ട് മേഖലയിലെയും തൃതീയ മേഖല നേട്ടമുണ്ടാകും. നമ്മൾ ആ ഒരു പോയിന്റ് പറഞ്ഞില്ലായിരുന്നു. രണ്ട് മേഖലയിലെ കാര്യങ്ങളെ യൂസ് ചെയ്തുകൊണ്ട് തൃതീയ മേഖല നേട്ടമുണ്ടാക്കുന്നു. എക്സാമ്പിൾ കോട്ടൺ എടുത്തു. കോട്ടൺ രണ്ട് മേഖലയിലും പ്രോസസ്സ് ചെയ്ത കോട്ടണെ ഇവർ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവർ കൊണ്ടുവന്നിട്ട് അവരുടെ സ്ഥലത്ത് വിൽക്കുന്നു. അപ്പോൾ അവർക്കത് രണ്ട് മേഖല യൂസ് ചെയ്ത് എന്താണ് അവർ നേട്ടമുണ്ടാകുന്ന ഒരു രീതിയാണ് ഇവിടെ തുടർന്ന് പോകുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവർത്തിക്കുന്ന മേഖലയാണ് തൃതീയ മേഖല. തൃതീയ മേഖലയെ പിന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. വിപണന സേവന മേഖലയെന്നും വിപണന രഹിത സേവന മേഖലയെന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഓക്കെ, ആണ് ദ്വിതീയ മേഖലയേക്കാൾ പെട്ടെന്ന് ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്നു. ഓക്കെ, ദ്വിതീയ മേഖലയേക്കാൾ പെട്ടെന്ന് ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമുക്ക് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, ബാങ്ക് എന്ന് പറയുന്നത് സർവീസ് ആണ്. ഇപ്പോൾ ബാങ്ക് എന്ന് പറയുന്നത് തൃതീയ മേഖലയാണ്. അപ്പോൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും തർക്കങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് നേരിട്ട് അവരുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? അവരുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്താനുണ്ട്. പക്ഷേ നമ്മൾ ഒരു ഉൽപ്പന്നമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ എക്സാമ്പിൾ ഒരു വ്യാവസായിക മേഖലയിൽ ഉൽപ്പന്നമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അത്രയ്ക്ക് സുതാര്യമായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെന്ന് നമുക്ക് സോൾവ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പോൾ ദ്വിതീയ മേഖലയേക്കാൾ പെട്ടെന്ന് ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളോട് പ്രതികരിക്കാൻ എന്തിന് സാധിക്കുന്നുണ്ട്?
തൃതീയ മേഖലയ്ക്ക് സാധിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നോക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം പരിസ്ഥിതി. ഓക്കെ, അപ്പം പരിസ്ഥിതി നാശം എന്ന് പറയുന്നത് ഇതിന് വളരെ കുറവായിരിക്കും. അതായത് നമുക്കറിയാം, നമ്മുടെ വ്യവസായിക മേഖലയിൽ നമ്മൾ കുറേ ഫാക്ടറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിയാം. അവിടെ എന്താണ് പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നടക്കും. പക്ഷേ ഈ ഒരു മേഖലയിൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെ കുഴപ്പങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല. അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഇവിടെ പരിസ്ഥിതി നാശം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെർഷ്യറി. അപ്പോൾ ഏതൊക്കെ മേഖലകളാണെന്ന് നോക്കാം. വിവര സാങ്കേതിക മേഖല വരുന്നുണ്ട്. പിന്നെ മൊത്ത വ്യാപാരം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് മൊത്ത വ്യാപാരമായാലും ഹോൾസെയിലായിട്ടായാലും അല്ലെങ്കിൽ ചില്ലറ വ്യാപാരം അല്ലെങ്കിൽ റീറ്റെയിലായിട്ടായാലും എല്ലാം ഇതിനകത്താണ്, സേവന മേഖലയിൽ വരുന്നതാണ്. പിന്നെ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് സേവന മേഖലയാണ്. എക്സാമ്പിൾ ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് സേവന മേഖലയാണ്. ഇൻഷുറൻസ് ഒരു സർവീസ് അല്ലേ. ധനകാര്യം ബാങ്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഗതാഗതം ഇപ്പോൾ നമ്മൾ KSRTC പോലെയുള്ള കാര്യങ്ങൾ, അതൊരു സർവീസ് അല്ലേ. അപ്പം ഗതാഗതം എന്താണ്? ഒരു ടെർഷ്യറി സെക്ടറിൽ വരുന്ന കാര്യമാണ്. ഹോസ്പിറ്റൽ ഓൾറെഡി പറഞ്ഞു. വിദ്യാഭ്യാസം ഒരു സേവനമാണ്. ഓക്കെ, പിന്നെ വാർത്താവിനിമയം അല്ലെങ്കിൽ ടെലിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, ബാങ്കിങ്, പിന്നെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ, സോഷ്യൽ വെൽഫെയർ ആയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം എന്താണ്? സർവീസസ് ആണ്. പിന്നെ മാലിന്യ നിർമ്മാർജ്ജനം. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി മാലിന്യ നിർമ്മാർജ്ജന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ്? സർവീസാണ്. പിന്നെ പൊതുഭരണം, ഗവേണൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, റിയൽ എസ്റ്റേറ്റ്, വിനോദസഞ്ചാര മേഖല, വാർത്താവിനിമയ മേഖല ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടെർഷ്യറി സെക്ടർ അല്ലെങ്കിൽ തൃതീയ മേഖലയിൽ വരുന്ന കാര്യങ്ങളാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് സെക്ടേഴ്സ് ഓഫ് ഇക്കണോമി എന്ന ക്ലാസ്സിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഫസ്റ്റ് ക്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ പോരായ്മകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സാമുകൾക്ക് പ്രിപ്പയർ ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക. നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന സംഭവം പോലെയാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങോട്ട് മേടിക്കുക, അങ്ങനെയുള്ളൊരു വസ്തുവാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, നല്ലൊരു എക്സാമുകൾക്ക് ഇപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഏത് എക്സാം ആയിരുന്നാൽ പോലും അതിന് നല്ല രീതിയിലുള്ള റാങ്കുകൾ എല്ലാവർക്കും നേടാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സോ നമ്മുടെ ഈ ഒരു സീരീസ് തുടർന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ ഇനിയും ഇതുപോലത്തെ ക്ലാസ്സസുമായിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരെ സന്ധിക്കും വരെ വണക്കം എന്ന് പറയുന്ന പോലെ. അപ്പം താങ്ക് യു ഫോർ നൗ. അപ്പം ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ്. ഓക്കെ, താങ്ക് യു.